ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗുലാബ് ജാം ഉണ്ടാക്കാൻ പോകുന്നത്. ഗുലാബ് ജാം എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇത് ഗുലാബ് ജാമിൻ്റെ മിക്സാണ്. അതിൽ പാലിലാണ് മിക്സ് ചെയ്യുന്നത്. വെള്ളത്തിലും മിക്സ് ചെയ്യുക. ടേസ്റ്റ് കൂടുതൽ പാലിൽ മിക്സ് ചെയ്യുമ്പോഴാണ്. അപ്പം ഇതിൽ പാലിൽ മിക്സ് ചെയ്യുകയാണ്. പാൽ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തീൻ്റെ മാവ് എങ്ങനെയാണ് കുഴക്കുന്ന ആ പരുവത്തിൽ. അതിനാണ് ഇച്ചിരി ലൂസായിരിക്കും, കടക്കല്ല, കുറച്ച് ലൂസായിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഇതാക്കിയെടുത്ത് ഇനി ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കണം. ബോളുകളാക്കുക, ഓവൽ ഷേപ്പാക്കുക, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാക്കാം. അപ്പോൾ ഒരുപാട് വലുതാക്കരുത്, കാരണം വെച്ചാൽ ഇതിൻ്റെ ഉള്ളൊക്കെ വേവണമല്ലോ. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കണം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നെയ്യ് തടവിയത്. ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളാക്കി എല്ലാം ഒരേ ഷേപ്പിൽ ഒരേ വലിപ്പത്തിന് ഉണ്ടാക്കണം. കുറച്ച് വേവിൻ്റെ സമയം ഇതുണ്ടല്ലോ. ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളാക്കിയിടാം. എല്ലാം ഇതുപോലെ ബോളുകൾ 54 ബോളുകളായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിന് വേണ്ടുന്ന ശർക്കര പാവ് ഉണ്ടാക്കുക. അത് 1 കപ്പ് വെള്ളത്തിന് 1.5 കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. പിന്നെ ഇതിൻ്റെ ഫ്ലേവറിന് നമുക്ക് റോസ് വാട്ടർ ഒഴിക്കാം, പിന്നെ ഏലക്കായ ഇടാം. അങ്ങനെ നമ്മളെ ഇഷ്ടത്തിന് ഫ്ലേവർ വേണമെങ്കിൽ ഇടാം. പിന്നെ ഞാൻ ഇതിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ടുണ്ടല്ലോ കുറച്ച് നെയ്യിലാണ് ഇത് വറുത്ത് കോരിയെടുക്കുന്നത്. സാധാരണ സൺഫ്ലവർ ഓയിൽ നമുക്ക് മറ്റുള്ള ഓയിലുകളിൽ ഉപയോഗിക്കാം, പക്ഷേ ടേസ്റ്റ് കൂടുതൽ നെയ്യിലുണ്ടാക്കുമ്പോഴാണ്. അപ്പം നെയ്യിൽ കുറച്ചായിട്ട് വറുത്ത് കോരിയെടുക്കാം. ഇത് വറുക്കുമ്പോൾ കുറച്ചും കൂടെ നെയ്യിലിടുമ്പോൾ ഒന്നും കൂടെ പൊങ്ങി വരും കേട്ടോ. അതുപോലെ തന്നെ പഞ്ചസാര പാവിലിടുമ്പോൾ കുറച്ചും കൂടെ പൊങ്ങി വരും. അപ്പം എല്ലാ സൈഡും ഒരുപോലെ വേവണമല്ലോ. അതുകൊണ്ട് തട്ടി കൊടുക്കണം. ഓരോന്നിങ്ങനെ തട്ടിയിട്ട് കൊടുക്കണം. ഓരോ സൈഡും നന്നായിട്ട് വേവേണ്ടിയിട്ട്. എന്നാലേ എല്ലാ സൈഡും ബ്രൗൺ കളറാവണം. അപ്പം ഇതുപോലെ ഓരോന്ന്, കാരണം വെച്ചാൽ എല്ലാ സൈഡും കളറും ബ്രൗൺ ആയിട്ട് എല്ലാ സൈഡും വേവണമല്ലോ. ഇത് നല്ലോണം ഉള്ളു വേകുമ്പോൾ ഉള്ളിൽ നിന്ന് കുറച്ചും കൂടെ പൊങ്ങി ഒന്ന് ചില സമയം വിണ്ട് ഇങ്ങനെ കീറി വരും. കാരണം വെച്ചാൽ ഒന്നും കൂടെ പൊങ്ങും. ഇത് മാവയാണല്ലോ. ഇതിൽ മൈദയും മാവയും കൂടെ ചേർന്നിട്ടുള്ളതാണല്ലോ. അത് കാരണം ഇത് ഒന്നും കൂടെ നെയ്യിലിങ്ങനെ വറുത്ത് കോരുമ്പം പൊങ്ങി വരും. അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡും നന്നായിട്ട് തട്ടിക്കൊടുത്ത് എല്ലാ സൈഡും വേവണ്ടിയിട്ട്. ഇതുപോലെ പിന്നെ വീഡിയോ കാണുന്നവർ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ പല വീഡിയോകളും ഇടയ്ക്ക് ഇടും. അപ്പം ഇത് എല്ലാ സൈഡും ഇതുപോലെ നന്നായിട്ട് എല്ലാ സൈഡും വേവുന്ന വിധത്തിൽ നന്നായി എല്ലാ സൈഡും തട്ടി കൊടുക്കണം. ചില സൈഡിൽ വൈറ്റ് കളറാണ്, അത് മാറിയല്ല സെയിം ബ്രൗൺ കളറാവണം. എന്നാലേ ഉള്ളു നന്നായിട്ട് വേവുള്ളൂ. ഇത് പഞ്ചസാര പാവിലും കൂടെ ഒന്നും കൂടി ഇടുമ്പോൾ കുറച്ചും കൂടെ വലുതാവുകയെ. നല്ല ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇനി ഇത് വറുത്ത് കോരിയെടുക്കാം. എല്ലാ സൈഡ് കുറച്ചും കൂടെ എണ്ണ ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അധികം ഇത്ര തട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാ സൈഡും ഒരുപോലെ പെട്ടെന്നാവുമായിരുന്നു. നെയ്യിൻ്റെ അളവായ കുറച്ച് ക്വാണ്ടിറ്റി കുറഞ്ഞ്. ഇനി ഇത് പാവിലിട്ട് വെക്കണം. പാവിലിട്ടിട്ട് 1-2 മണിക്കൂറിന് ശേഷം നമുക്കെടുത്ത് സെർവ് ചെയ്ത് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. നെയ്യിലാകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.